ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു കാര്യത്തിലുള്ള മഹത്വം അറിഞ്ഞാൽ അത് നേടിയെടുക്കുന്നതിന് നമുക്ക് കൂടുതൽ പ്രയത്നിക്കാൻ സാധിക്കും. നമ്മൾ നേടിയെടുക്കേണ്ട വലിയ കാര്യമാണ് സൽസ്വഭാവം. അതിൽ ചില മഹത്വങ്ങൾ നമ്മൾ അറിയണം. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് തിരുദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അള്ളാഹുവിലുള്ള തഖ്വയും സൽസ്വഭാവവുമാണ്. ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കുന്നത് അവന് സ്വർഗത്തിൽ ഉന്നതിയിൽ ഒരു വീടുണ്ടായിരിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികളിൽ പരിപൂർണമായി ഈമാനുള്ളവരിൽ അവരുടെ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരിലെ സൽസ്വഭാവികളാണ്. നിശ്ചയമായും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവൻ പെരുമാറാൻ കൊള്ളുന്ന നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരിക്കാം. അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും. സൽസ്വഭാവത്തേക്കാൾ അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ കനം തൂങ്ങുന്ന യാതൊന്നുമില്ല. ഒരു വ്യക്തി തൻ്റെ സ്വഭാവത്തിലൂടെ രാത്രി നമസ്കരിക്കുന്നവൻ്റെയും പകൽ നോമ്പനുഷ്ഠിക്കുന്നവൻ്റെയും പദവിയിലേക്ക് എത്തുന്നതാണ്. സൽസ്വഭാവവും നല്ല അയൽപ്പക്ക ബന്ധവും ഭവനങ്ങളെ നന്നാക്കുകയും ആയുസ്സിൽ വർധനവുണ്ടാക്കുകയും ചെയ്യും. സൽസ്വഭാവവും നല്ല അയൽപ്പക്ക ബന്ധവും അവരുടെ ഭവനങ്ങളെ നന്നാക്കുകയും ആയുസ്സിൽ വർധനവുണ്ടാക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ദൂതർ ദുഷിച്ചു പറയുന്നവനോ ദുഷിച്ചത് ചെയ്യുന്നവനോ ആയിരുന്നില്ല. നിശ്ചയമായും നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു. അപ്പോൾ ഇതൊക്കെ സൽസ്വഭാവത്തിൻ്റെ മഹത്വങ്ങൾ എണ്ണിപ്പറയുന്ന ഹദീസുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സൽസ്വഭാവിയാകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, സംസാരം നന്നാക്കണം. പറയുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഏത് കാര്യത്തിനും പര്യവസാനം നന്നാക്കണമെന്നും അത് നന്നാക്കണമെങ്കിൽ ചെയ്യുന്നതും നന്മയായിരിക്കണം. ഞാൻ നല്ലവനാണ് എന്ന ചിന്ത നല്ലതാണ്. എന്നാൽ എനിക്കും മാറ്റേണ്ട ഒരു ന്യൂനതയുണ്ട് എന്ന് കണ്ടെത്തുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലവരായി തീരാൻ നമുക്ക് സാധിക്കുക. നല്ല സ്വഭാവക്കാരെ കണ്ട് അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ കണ്ടെത്തുക, എന്നിട്ടത് മാതൃകയാക്കാൻ ശ്രമിക്കുക. ദുസ്വഭാവികളെ കണ്ടാൽ അവരുടെ ദോഷങ്ങളും അവർ മറ്റുള്ളവരിൽ വരുത്തുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തുക. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. സൽസ്വഭാവങ്ങളെ കൊണ്ട് ജീവിതത്തിൽ വന്ന നല്ല ഗുണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് സൽസ്വഭാവമാണ് നല്ലതെന്ന് ഉറപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ നടത്തുകയും ചെയ്യണം. സ്വന്തം നന്മകൾ കണ്ടെത്തി ശക്തി വർദ്ധിപ്പിക്കുക. സ്വന്തം തിന്മകൾ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കുക. എന്നിൽ സൽസ്വഭാവത്തെ നന്നാക്കണമെന്ന് സ്വയം തീരുമാനിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് സൽസ്വഭാവത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. സൽസ്വഭാവം അത് ഈ ലോകത്തെയും നാളെ പരലോകത്തെയും സന്തോഷകരമാക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ഈമാനുണ്ടായിട്ടും ഇബാദത്തുണ്ടായിട്ടും സൽസ്വഭാവം അയാൾക്കില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടത് തന്നെ. കാരണം ദുസ്വഭാവങ്ങൾ നമ്മുടെ അമലുകളെ ചോർത്തിക്കളയുന്ന കാര്യമാണ്. ദുസ്വഭാവങ്ങൾ നമുക്ക് നരകം ഉറപ്പിച്ചു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ സൽസ്വഭാവിയായി കാമ്പുള്ള ഒരു ജീവിതം ജീവിക്കാനും എല്ലാവർക്കും ഉപകാരിയായി തീരാനും ആരെയും ഉപദ്രവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കാനും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നല്ല സ്വഭാവം എന്നത് നാളെ പരലോകത്ത് ഉപജീവനത്തിനുള്ള ഏക മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യത്തിലും ക്ഷമിച്ചും സഹിച്ചും അവധാനതയോടുകൂടി പെരുമാറിയും വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. ആത്മപരിശുദ്ധി നേടി അവൻ വിജയിച്ചു എന്ന അർത്ഥതലത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.